ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖാണോ? ഇന്ന് നമുക്കൊരു പിടി ഉണ്ടാക്കി നോക്കിയാലോ? അതിനായി ഈ കപ്പിന് വറുത്ത് പൊടിച്ച അരിപ്പൊടി 4 കപ്പ് എടുത്തിട്ടുണ്ട്. അതിനാവശ്യമായിട്ട് ഒരു 8 ചുള വെളുത്തുള്ളി, വലിയ സ്പൂണിന് 1 സ്പൂൺ ജീരകം, ഒരു ലേശം വെള്ളവും കൂടി ഒഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്തത് പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു തേങ്ങ ചിരകിയത് ചേർത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം. നല്ല തിളച്ച വെള്ളം ആയതുകൊണ്ട് ആദ്യം നമ്മൾ കയ്യിൽ വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമ്മൾ കൈ വെച്ച് ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്താലാണ് പിടി ഉടഞ്ഞു പോകാതെ ഇരിക്കുകയുള്ളൂ. അപ്പോൾ കുഴച്ചെടുത്തു. പൊടി നമ്മൾ കൈ വെച്ച് എന്തോരം നേരം കുഴക്കണോ അത്രയും നല്ലതാണ്. ഇനി ഇത് ചെറിയ ഉരുളകളായിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കാം. ഇനി കുഴച്ച് വെച്ചത് ഇതുപോലെ എല്ലാ ഉരുളകളാക്കി എടുക്കാം. അപ്പം നമ്മൾ ഉരുട്ടി കഴിഞ്ഞു. ഞാൻ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. ഇനി വെള്ളത്തിലേക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കാം. പൊടിക്കകത്ത് നമ്മൾ ഉപ്പിട്ട് കുഴച്ചതുകൊണ്ട് വെള്ളത്തിൽ ലേശം ഉപ്പ് ചേർക്കാവുള്ളൂ. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉരുളകൾ ഇട്ട് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഉണ്ടകളക്കടെ മുകളിൽ വെള്ളം കിടക്കാൻ പരുവത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇനി ഒരു 10-15 മിനിറ്റ് നേരം മൂടി വെച്ചൊന്ന് വേവിക്കാം. ഒരു 10 മിനിറ്റ് ആയി. അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ലേശം തേങ്ങ ചിരണ്ടിയത് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 5 മിനിറ്റും കൂടെ ഇങ്ങനെ ഇരിക്കട്ടെ. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി നോക്കാം. വെള്ളമൊക്കെ പറ്റി നമ്മുടെ പിടി ഇവിടെ റെഡിയായി. പിടി നമ്മൾ പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് പിടി ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയാണ്. നമുക്കിത് ബീഫോ ചിക്കനോ പന്നിക്കറിയോ ഏത് കറി വേണമെങ്കിലും ഒഴിച്ച് കഴിക്കാം. എൻ്റെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്.